നമസ്കാരം. അധികം സന്തോഷമുണ്ട്. കാര്യം വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിങ്ങനെ ഒരു പ്രസിഡന്റിനെ കുറിച്ച് ആലോചിക്കുകയും അപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് വേറെ മറ്റ് ആ നടി അവിടെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ പോകണം, പിന്നെ വേറൊരു നടി ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ പോകണം, വേറൊരു വലിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ട് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ് ഇത് എന്നുള്ള തരത്തിൽ. പക്ഷെ ആസ് എ ടീം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജെറിൻ പറഞ്ഞാണ് ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന നമ്മളുടെ ഈ സിനിമയ്ക്ക് സംഭവിച്ച് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഇനി എന്നായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഉദാഹരണം കുറവുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു സിനിമ അംഗീകരിക്കപ്പെടില്ല ഒരു തരത്തിലും. കാര്യം ഞങ്ങൾ ഇപ്പോൾ ഷാദിനെ കുറിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണിത്തുറയൊക്കെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെടും അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള ബസ് കാശിനൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും. അപ്പം അങ്ങനെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ കണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ഫൈനലി ഇപ്പം ഇന്നലെ സംഭവിച്ചത് ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സിനിമ ഇന്ത്യ എന്ന 140 കോടി ജനങ്ങളെല്ലാം അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലെയുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരൻ്റെ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന, കാന്താര പോലെയുള്ള വലിയ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ 50-100 കോടി ബഡ്ജറ്റിലൊക്കെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകൾ കോമ്പറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങളുടെ കൊച്ചു സിനിമ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആസ് എ ടീം ഞങ്ങൾക്കൊന്നും നേടാനില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ പങ്കുവെക്കേണ്ടതുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വന്നു, അതിയായ സന്തോഷം. ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ആനന്ദ് പറഞ്ഞു ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളാണ്. ഈ ഒരാളെ സിനിമ കാണുകയും ഈ സിനിമ മറ്റുള്ളവർ കാണുക അല്ലെങ്കിൽ ഈ സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമായി മാറുകയും അയാൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ കടപ്പാടുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിവേകടൊക്കെ ഉള്ള മാധ്യമ പ്രവർത്തകരോട് ഒരുപാട് കടപ്പാടുണ്ട്. കാര്യം മറ്റു വലിയ സിനിമകളുള്ളപ്പോഴും നമുക്ക് വലിയൊരു വിസിബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ ആട്ടം പോലെയുള്ള ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഒരു വളരെ നല്ല സിനിമയാണെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾക്ക് ആസ് എ ടീം ഞങ്ങൾക്കുണ്ടായ ഈ സന്തോഷം നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു ഗ്യാതറിംഗ് നമ്മൾ പ്ലാൻ ചെയ്തത്.